ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിങ്ങനെ കർക്കിടകവും മരുന്ന് കഞ്ഞിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ആയുർവേദവുമായിട്ട് എനിക്കുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് പറ്റിയത്, എന്താണ് എൻ്റെ അസുഖം എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഒരു റാഗിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പം എന്നെ കാണുന്നവർക്കറിയാം, എൻ്റെ ബാച്ചിൽ ഏറ്റവും കൂടുതൽ റാഗിങ് കിട്ടിയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ സീനിയേഴ്സിൻ്റെ ഒരു കണ്ണിൽ ഉണ്ണിയായിരുന്നു. എന്നും അവരുടെ ഒരു റാഗിങ് കഴിയാതെ ഞാൻ ഉറങ്ങാൻ പോയിട്ടില്ല, അങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു വർഷം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ശക്തമായിട്ടൊരു വീഴ്ച എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മെസ്സിൽ നിന്ന് ഞാൻ ഫുഡ് കഴിച്ചിറങ്ങുന്ന സമയത്ത് ഒരു 3 സ്റ്റെപ്പ് താഴേക്ക് ഞാൻ ശക്തിയായിട്ട് വീണിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് കയ്യിന് കാര്യമായിട്ട് പറ്റി. അങ്ങനെ കൈ പ്ലാസ്റ്റർ ഇട്ട് അങ്ങനെയൊക്കെ കയ്യിലാണ് അന്ന് നമ്മൾ പ്രാധാന്യം കൊടുത്തത്. അപ്പം ബാക്ക് പെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് പൊതുവേ എനിക്കുള്ളത് കൊണ്ട് തന്നെ അതിനങ്ങനെ കാര്യമായിട്ട് ഗവനിച്ചില്ല. അതങ്ങനെ മുന്നോട്ട് പോയി. കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ടുള്ളവർക്കറിയാം, നല്ല ഹൈറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ നല്ല അത്യാവശ്യം ഹീലുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് വിരുന്നിന് പോകുന്നതും യാത്ര പോകുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 1 മന്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ള രീതിയിലുള്ള ശക്തമായിട്ടുള്ള ബാക്ക് പെയിൻ എനിക്ക് വരാൻ തുടങ്ങിയത്. അപ്പം അന്ന് എല്ലാവരും പറഞ്ഞു ചിലപ്പോൾ ഈ ഹീൽ ചെരുപ്പൊക്കെ ഇട്ട് നടന്നിട്ട് സ്ട്രെയിൻ ആയിട്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊന്നും നമ്മൾ അന്ന് ചിന്തിച്ചില്ല. കാരണം നമ്മൾ ചെറുപ്രായമാണ്, നമുക്കിനി പ്രഗ്നൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ എല്ലാവരുടെയും ഒരു അഭിപ്രായ പ്രകാരം തന്നെ ആയുർവേദം ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ആയുർവേദ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ആ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അവിടുത്തെ കാറ്റിന് പോലും ഉണ്ട് ഒരു എന്താ പറയുക, ഭയങ്കര പീസ്ഫുള്ളാണ് അവിടുത്തെ അന്തരീക്ഷം. അപ്പോൾ എനിക്ക് ആ ഒരു അന്തരീക്ഷത്തിൽ ഇഷ്ടപ്പെട്ടു. ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത്, എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, വീണതായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു 4 വർഷം മുന്നേ ഞാനിങ്ങനെ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് വീണിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ വീഴ്ചയുടെ ഭാഗമായിട്ട് കാര്യമായ പ്രശ്നമല്ലെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു സ്ട്രെയിൻ വരുമ്പോൾ അവിടെ അത് കൂടുതൽ എഫക്റ്റ് ആവുന്നത് കൊണ്ടാണ് ഈ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് ഈ ഹിപ്പ് ജോയിൻറ്റിനാണ് വേദന കൂടുതൽ, അവിടെ വേദന വരുന്നതെന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ 15 ദിവസം നമ്മൾ ഉഴിച്ചിൽ ചെയ്തു. ഉഴിച്ചിൽ കഴിഞ്ഞ് അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോയി. പിറ്റത്തെ വർഷം 7 വർഷം നമ്മുടെ അടുത്ത് ഉഴിച്ചിൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു 3 വർഷമൊക്കെ ഞാൻ പിന്നീട് നാട്ടിലും കേട്ട് ഡെലിവറിയുടെ ഭാഗമായിട്ടൊക്കെ ആയിട്ട് ഉഴിച്ചിലുകളൊക്കെ അങ്ങനെ ചെയ്തു പോയി. പിന്നെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്കൊരു ബാക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ മോനെ ഡെലിവറി ആയി. മോൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടും നമ്മൾ കുറച്ച് നാളായാലും ഉഴിച്ചിലൊക്കെ ചെയ്തിട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിലൊരു ചേച്ചിനെ നിർത്തി കാര്യമായിട്ടുള്ള എണ്ണതേപ്പും കുളികളും ആയുർവേദ ഹോസ്പിറ്റൽ പ്രകാരം തന്നെയുള്ള മെഡിസിൻസും അങ്ങനെയൊക്കെ ആയിട്ട് അതും കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പതുക്കെ പതുക്കെ പിന്നെ നന്നായി വണ്ണം വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 64-65 kg വരെയൊക്കെ ഞാൻ വണ്ണം എത്തി കേട്ടോ. ആ സമയത്ത് എനിക്ക് കാലിൻ്റെ ഉപ്പിറ്റിക്ക് ഭയങ്കരമായ വേദന. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് രാവിലെ സമയം എഴുന്നേൽക്കുമ്പോൾ കാലിൻ്റെ ഉപ്പിറ്റിയിൽ ഭയങ്കര വേദന. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറച്ച് നേരം നടന്ന് കിച്ചണിലൊക്കെ എത്തി കഴിയുമ്പോൾ ആ വേദന മാറും. അങ്ങനെ ഞാൻ നാട്ടിൽ വരുന്ന സമയത്താണെങ്കിൽ എൻ്റെ കാലിൽ പെട്ടെന്ന് നീര് വരും. നാട്ടിൽ വന്നു എൻ്റെ കാലിൽ നീരാണ്. അതായത് കാലിങ്ങനെ ബെൻഡായി കഴിഞ്ഞാൽ, സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ കാലിൻ്റെ ആംഗിളിൽ ഫുള്ള് നീരും വരും. അങ്ങനെ ഞാൻ ജൂബിലി മിഷനിൽ കാണിച്ചു, ഹാർട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു. പല ഡോക്ടേഴ്സും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു. ശരിയാണ്, എനിക്ക് വൈറ്റമിൻ ഡി കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുത്തു. കുറച്ച് പേര് പറഞ്ഞു മസിൽസ് ചുരുങ്ങുന്നത് കൊണ്ടാണ്, അപ്പോൾ രാവിലത്തെ സമയം എഴുന്നേൽക്കുമ്പോൾ കുറച്ച് നേരം എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞു. അതും നല്ലൊരു റിലീഫായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇതിലൊന്നും എനിക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ പറ്റിയില്ല. പിന്നത്തെ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് പിന്നെ ഞാൻ മദർ ഹോസ്പിറ്റൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടറെ പേര് എനിക്ക് ഓർമ്മയില്ല. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു MCRൻ്റെ ചപ്പൽസ് ഉപയോഗിക്കാൻ പറഞ്ഞു. MCR എന്ന് പറയുന്നത് നമ്മൾ VKC MCR എന്നൊക്കെ പറയുന്ന പോലെ കമ്പനി ചപ്പലല്ല അത്. MCR എന്ന് പറയുന്നത് മൈക്രോ സെല്ലുലാർ റബ്ബർ എന്ന് പറയുന്ന മെറ്റീരിയലാണത്. അത് ഈ സർജിക്കൽ സെൻറ്ററുകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ മേടിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ ചപ്പൽ ഉപയോഗിക്കാൻ പറഞ്ഞു. ആ ചപ്പൽ ഉപയോഗിക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. ഭയങ്കര ഒരു മിറാക്കിളായിരുന്നു എനിക്കത്. അപ്പോൾ ആ ചപ്പൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 350 റുപ്പീസ് ബിലോ ഉള്ളൂ കേട്ടോ അതിൻ്റെ റേറ്റ്.
ആ ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ ചെരുപ്പ് ഉപയോഗിക്കുന്ന പോലെ അത് ഓട്ടയാവുന്ന വരെ ഉപയോഗിക്കുക എന്നുള്ളതല്ല. 6 മന്ത് കഴിയുമ്പോൾ നമ്മൾ ആ ചപ്പൽ മാറ്റി പുതിയ ചപ്പൽ മേടിക്കണം. കാരണം അതിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ എഫക്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അന്ന് മുതൽ എനിക്ക് തോന്നുന്നു ഞാനൊരു 3-4 വർഷങ്ങളായിട്ട് ഞാൻ എന്നും ഉപയോഗിക്കുന്ന ചെരുപ്പ് അത് തന്നെയാണ് കേട്ടോ. പിന്നെ പുറത്ത് പോകുമ്പോഴായാലും ഞാൻ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ വളരെ കെയർഫുള്ളി ഞാൻ സെലക്ട് ചെയ്യാറുള്ളൂ. എനിക്ക് അങ്ങനെ കാഴ്ചയിൽ ഭംഗിയുള്ള ചെരുപ്പൊക്കെ കാണുമ്പോൾ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഹീല് ചെരുപ്പ് എനിക്ക് ഉപയോഗിക്കാനേ പറ്റില്ല. പക്ഷേ ആ മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആലുവയിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഇപ്പോൾ എവിടെയാണെങ്കിലും എല്ലായിടത്തും ഞാൻ ഓരോ പെയർ ചെരുപ്പുകൾ, ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ഈ ചെരുപ്പുകൾ എല്ലാ സ്ഥലത്തും ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം എനിവേ എവിടെയെങ്കിലും പോയാൽ മറന്നാലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചെരുപ്പ് ഉപയോഗിച്ച് നോക്കൂ. ഇങ്ങനെ കാലുവേദന ഉള്ളവർക്ക് നല്ല ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ. നല്ലൊരു റിലീഫാണത്. അപ്പോൾ അതാണ് ഒരു കാര്യം. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കിങ്ങനെ ബാക്ക് പെയിൻ അതിശക്തമായിട്ട് വരാൻ തുടങ്ങി. അപ്പോഴും നമ്മളതിനെ കാര്യമായിട്ട് അത്രയൊന്നും ഗവനിക്കുന്നില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളതാണല്ലോ, അതുകൊണ്ട്. പക്ഷേ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ പുറം മുഴുവൻ തരിച്ചു വരും. പ്രത്യേകിച്ച് എനിക്ക് ഈ ബാക്ക് സൈഡിൽ 2 സൈഡിലും വേദന, ഭയങ്കര വേദന. അപ്പോൾ നമ്മൾ ഇനി കിഡ്നിയിൽ വല്ല പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെയും ഡോക്ടേഴ്സിനെ കാണാൻ പോയി, എക്സ്റേ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനേക്കാളൊക്കെ അപ്പുറം ഞാൻ അനുഭവിച്ച, അതായത് ഈ രോഗത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ഞാൻ അനുഭവിച്ചിട്ടുള്ള സിംറ്റംസ് ഒക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ശക്തമായിട്ടുള്ള മേലുവേദന. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു പൊസിഷനിൽ ഇപ്പോൾ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും. അത് നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ സാധാരണ രീതിയിൽ അത് അറിയാറില്ല. പക്ഷെ ഞാൻ അത് അറിയാൻ തുടങ്ങി. കാരണം ഇങ്ങനെ ഒരു പൊസിഷനിൽ കിടക്കുന്ന എൻ്റെ ബോഡി സ്റ്റിഫായി പോവാണ്, മസിൽസ്. അത് കഴിഞ്ഞ് അടുത്തൊരു പൊസിഷനിലോട്ട് ഞാൻ ഉറക്കത്തിൽ എനിക്ക് തിരിയാൻ ഞാൻ ശ്രമിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ തിരിയാൻ പോവാണ്. ഞാൻ എഴുന്നേൽക്കാണ് വേദന കൊണ്ട്. എൻ്റെ കഴുത്ത് മുതൽ ബാക്കിൽ പുറത്തുള്ള എല്ലാ മസിലുകളും ചെരിയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഭയങ്കര വേദനയാണ്. അങ്ങനെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും എനിക്ക് പനിക്കുന്നുണ്ടോ. പനിയുള്ളപ്പോൾ നമുക്കറിയാൻ പറ്റും ആകെ ഒരു മടിയാണോ, ഒരു കുളിരാണോ, അങ്ങനെ ഒരു പ്രശ്നങ്ങൾ. എന്നാൽ ടെമ്പറേച്ചർ നോക്കിയാൽ എനിക്ക് ടെമ്പറേച്ചർ ഒന്നും ഇല്ല കേട്ടോ, പനിയൊന്നുമില്ല. അങ്ങനെ പിന്നെ എനിക്ക് ഭയങ്കരമായ മൂഡ് സ്വിങ്സ്. അതായത് എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് സങ്കടം വരും, നിസാര കാര്യങ്ങൾക്ക് എൻ്റെ കണ്ണ് നിറയും. പിന്നെ എന്താ പറയുക, വെറുതെ ഞാൻ തന്നെ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. എനിക്കൊരു സന്തോഷം അതുവരെ ഉണ്ടായിരുന്ന, ഇത് സംഭവിക്കുന്ന തൊട്ട് മുന്നത്തെ എൻ്റെ ബർത്ത്ഡേ വരെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്നിരുന്ന ഒരാളായിരുന്നു. 1 മന്ത് കഴിഞ്ഞപ്പോഴാണ് ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ മൂഡ് സ്വിങ്സും പ്രശ്നങ്ങളാണ് ആദ്യം തുടങ്ങി വെച്ചത്. അപ്പം അങ്ങനെ. അപ്പം എനിക്ക് തന്നെ ഇമോഷണലി എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ മുടി കൊഴിഞ്ഞു പോയിട്ടാണെങ്കിൽ അകവും ബെഡും പില്ലോ കവറും നിറച്ച് മുടിയാണ്. മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ എനിക്ക് തന്നെ നമ്മൾക്കറിയാം, നമ്മൾ ഫിസിക്കലി മെൻ്റലി നമ്മൾ ഡൗൺ ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതാവും അല്ലേ. അപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല. എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു. ഞാൻ വിചാരിക്കുന്ന പോലെ ഒരു കാര്യം മുന്നോട്ട് പോകുന്നില്ല. ഞാനിപ്പോൾ വിചാരിക്കണം നാളെ തൊട്ട് ഞാൻ നല്ല ഉഷാറായിട്ട് ഞാൻ പോകും. പക്ഷെ എനിക്ക് സംഭവിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ നടക്കണം, ഉഷാറായിട്ട് തന്നെ നടക്കണം എന്ന്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു പിടിയില്ല. എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. വിശപ്പ് എനിക്കില്ല, ഭക്ഷണം എനിക്ക് വേണ്ട. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകായിരുന്നു. അപ്പോൾ വേദനകൾ ഇങ്ങനെ കൂടി കൂടി വന്ന് ഞാൻ ജോലി ചെയ്യുമ്പോൾ പിന്നെ ഞാൻ നിൽക്കുന്ന പൊസിഷനിൽ ലോക്കാവാൻ തുടങ്ങി. അതായത് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ പിന്നെ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. കാല് അടുത്തത് എടുത്ത് വെക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് നിവരാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ നടന്നു വരുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എനിക്ക് ഞാനിപ്പോൾ വീഴും എന്നുള്ളൊരവസ്ഥയിലെത്തുന്നു. എന്തോ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് ഞാൻ തളർന്നു പോകുമോ എന്ന് വരെ ഞാൻ ചിന്തിച്ച കാലഘട്ടം എത്തി. മെട്രോയിൽ നമ്മളിങ്ങനെ ഭയങ്കര തിരക്കായിരിക്കും വരുമ്പോൾ. അപ്പം ഞാനിങ്ങനെ നിൽക്കുമായിരിക്കും. അത് കഴിഞ്ഞ് മെട്രോൻ്റെ ഡോറ് തുറക്കുമ്പോൾ പെട്ടെന്ന് ഇറങ്ങാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇറങ്ങാൻ കാല് വെക്കണം. പക്ഷെ എൻ്റെ കാല് എനിക്ക് വെക്കാൻ പറ്റുന്നില്ല. അതിങ്ങനെ എന്താ പറയുക, സ്റ്റിഫായി നിൽക്കുന്നു. അതായത് കാല് ഞാൻ എടുത്ത് കുത്തിയാൽ ചിലപ്പോൾ ഞാൻ അവിടെ വീഴും എന്നുള്ളൊരു ഫീല്. അപ്പം അങ്ങനെയാവുമെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നാട്ടിൽ വന്ന് ഡോക്ടറെ കാണാം എന്ന് വിചാരിച്ച് നാട്ടിൽ വന്നു ഞാൻ ആദ്യം രാജഗിരി ഹോസ്പിറ്റലാണ് പോയത്. രാജഗിരിയിൽ ആയുർവേദം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് ഞാൻ അനുഭവിക്കുന്ന എല്ലാ വിഷമതകളും ഞാൻ പറഞ്ഞു. അപ്പം
ഡോക്ടർ പറഞ്ഞു ജോലിക്കൊക്കെ പോയിരുന്നില്ല, അതിൻ്റെ സ്ട്രെയിൻ കൊണ്ടായിരിക്കും, നീർക്കെട്ടുകളായിരിക്കും, നമുക്ക് ഉഴിച്ചിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തോ എനിക്ക് അവിടുന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. അപ്പം ഞാനടുത്ത് അടുത്ത് പറഞ്ഞു, എന്തായാലും എൻ്റെ ഒരു തറവാട് എന്ന് പറയുന്നത് കേരള ആയുർവേദയാണ്. എൻ്റെ ഉഴിച്ചിലും എൻ്റെ ആയുർവേദവും ചികിത്സയും എൻ്റെ മനസ്സിലുള്ളതൊക്കെ അവിടെയാണ്. നമുക്ക് അവിടുത്തെ ഡോക്ടറെ പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുത്തെ ഡോക്ടറെ വന്ന് കണ്ടു. ഡോക്ടറും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്ററിയുള്ളതാണല്ലോ, അപ്പോൾ നമുക്ക് ഉഴിച്ചിലും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാം, നീർക്കെട്ടുകളായിരിക്കും, അപ്പോൾ അതിൻ്റെ പ്രശ്നമൊക്കെ മാറും, വേദന കൊണ്ടുള്ള മൂഡ് സ്വിങ്സും അതിൻ്റെതായ ഡിപ്രഷനും, പിന്നെ മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കാറില്ല, അപ്പോൾ അതിൻ്റെതായ രീതിയിൽ മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോന്നു. അപ്പോൾ ഒരു ഫ്രൈഡേ ആണ് ഡോക്ടറെ കണ്ടത്. അപ്പോൾ ഡോക്ടർ മൺഡേ മുതൽ നമുക്ക് ഉഴിച്ചിൽ തുടങ്ങാം, ഒരു 15 days തന്നെയാണ് ഉഴിച്ചിൽ പറഞ്ഞത്, അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, നമ്മളത് സമ്മതിച്ച് തിരിച്ചു പോന്നു. അങ്ങനെ മൺഡേ ഞങ്ങൾ ഉഴിച്ചിലിനായിട്ട് ചെന്നപ്പോൾ വീണ്ടും ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കാര്യം ഈ പ്രായത്തിലൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവുമൊന്നുമില്ല, എന്നാലും എനിക്കൊരു സംശയത്തിൻ്റെ പേരിൽ നമുക്കൊരു ആർത്രൈറ്റിസിൻ്റെ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ. അപ്പോൾ അന്നൊക്കെ നമ്മൾ നഴ്സിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടോ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അവെയർ അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നോക്കി നോക്കാം എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് നമുക്ക് ഉഴിച്ചിൽ തുടങ്ങാം. കാരണം അതെങ്ങാനും പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റുകളിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. നമ്മളപ്പോൾ ഓക്കെ, ഡോക്ടർ പറഞ്ഞ പ്രകാരം നമ്മൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് RA ഫാക്ടറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് പോസിറ്റീവാണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് 18 താഴെയാണ് നമുക്കതിൻ്റെ വാല്യൂ വരേണ്ടത്, എനിക്ക് 104 അപ്പോഴാണ് ആർത്രൈറ്റിസ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചകഞ്ഞു പോകാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം വിജയണ്ണാണെങ്കിൽ എന്നെക്കാൾ മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ എന്താ പറയുക അറിയുന്ന ഒരാളാണ്. അപ്പോൾ വിജയണ്ണ അതിനെക്കുറിച്ച് ഇങ്ങനെ അറിഞ്ഞപ്പോൾ വിജയണ്ണ ടെൻഷൻ ആവാൻ തുടങ്ങി. വിജയണ്ണ പറഞ്ഞു, ചിലപ്പോൾ റിസൾട്ട് തെറ്റിയതായിരിക്കും, നമുക്ക് വേറൊരു ലാബിലും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ 3 ലാബുകളിൽ മാറി മാറി ടെസ്റ്റ് ചെയ്തു. എല്ലാ ലാബിലും ടെസ്റ്റ് ചെയ്തപ്പോഴും നമുക്ക് RA ഫാക്ടർ പോസിറ്റീവാണ്. അതിൻ്റെ അടുത്ത ടെസ്റ്റാണ് anti-CCP, അപ്പോൾ നമുക്ക് അതും പോസിറ്റീവാണ്. ESR CRP എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൂടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ESR CRP ഒക്കെ കൊമ്പത്താണ് നിൽക്കുന്നത്, ഭയങ്കര കൂടുതൽ. അപ്പോൾ നമ്മൾ ഈ വന്ന റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേദനകൾ പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ സംശയം തോന്നി, അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ മാറ്റണം, ഞാൻ ഇതുവരെ എഴുതിയിട്ടുണ്ടായിരുന്ന എണ്ണക്കിഴികളും കഷായ വസ്തുക്കളും ഒന്നല്ല, നമുക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറുടെ ഒരു അഭിപ്രായ പ്രകാരമാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തതും നമുക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ് എന്ന് ഡയഗ്നോസ് ചെയ്തതും. ഞാൻ ദുബായിൽ വെച്ചിട്ട് ഒരുപാട് ഡോക്ടേഴ്സിന് ഈ ബാക്ക് പെയിൻ്റെ കാര്യം പറഞ്ഞ് കാണാൻ പോയി. എക്സ്റേകൾ എടുത്തു, CT സ്കാൻ ചെയ്തു, MRI ചെയ്തു, ഇതിലൊന്നിലും എനിക്കൊരു പ്രശ്നവുമില്ല. അപ്പം ഞാൻ തന്നെ ചിന്തിക്കുന്നത് ഇതിലൊന്നിലും എനിക്ക് പ്രശ്നമില്ല, പിന്നെ എന്താ എൻ്റെ പ്രശ്നം, ചിലപ്പോൾ മാനസിക പ്രശ്നമായിരിക്കും എന്ന് ഞാൻ തന്നെ വിചാരിക്കാൻ തുടങ്ങി. കാരണം എന്നെ കാണുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, എന്തപ്പോൾ പ്രശ്നം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ എൻ്റെ വേദന അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയാൽ കേൾക്കുന്ന ആൾ കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ അവർക്കത് മനസ്സിലാവുള്ളൂ, അതല്ലാതെ ആർക്കും എന്നെ കണ്ടുകൊണ്ട് ആർക്കും തോന്നില്ല. അപ്പോൾ വിജയണ്ണാണെങ്കിൽ എനിക്ക് മരുന്ന് പറ്റി തരുന്നുണ്ട്, എനിക്ക് ഓയിൻമെൻറ്റ് പറ്റി തരുന്നുണ്ട്, ചൂട് പിടിച്ച് തരുന്നുണ്ട്, അപ്പോൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, മക്കൾ നാട്ടിൽ വന്നിട്ട് അപ്പോൾ ഏകദേശം കുറച്ച് സമയമായിരുന്നുണ്ടല്ലോ, അപ്പോൾ മക്കളെ കാണാഞ്ഞിട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും, എന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. വിജയണ്ണ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് എല്ലാത്തിനോടും ദേഷ്യം, വെറുപ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഈ അസുഖമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഒരു രോഗിയെ സംബന്ധിച്ച് ഒരു അസുഖം തിരിച്ചറിയപ്പെടുക എന്ന് പറയുന്നതാണല്ലോ വലിയൊരു കാര്യം. അപ്പോൾ എന്തായാലും അതാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ നമ്മൾ അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് 15 ദിവസം ഉഴിച്ചിലൊക്കെ കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു, ആലുവയിലേക്ക് തിരിച്ചു വന്നു. അവിടെ വെച്ച് അന്ന് എനിക്കൊരു കണ്ണിക്കേട് വന്നു. വീട്ടിലെല്ലാവർക്കും കണ്ണിക്കേട് വന്നു, എനിക്കും കണ്ണിക്കേട് വന്നു. എനിക്ക് അതിൻ്റെ കൂട്ടത്തിലൊരു ചുമയും വന്നു, കൂട്ടത്തിലൊരു സഹായി എന്ന് പറഞ്ഞ പോലെ ഒരു ചുമയും വന്നു. എല്ലാവർക്കും കണ്ണിക്കേട് മാറി, എനിക്കും കണ്ണിക്കേട് മാറി, പക്ഷെ എൻ്റെ ചുമ മാത്രം മാറിയില്ല. ചുമയല്ലേ, മാറിക്കോളും എന്ന് വിചാരിച്ചു. നമ്മൾ ആയുർവേദത്തിൻ്റെ ഉഴിച്ചിലൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ പോയി പറഞ്ഞു, നമുക്ക് മെഡിസിൻസ് ഒക്കെ തന്നു. അങ്ങനെ ഉഴിച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ
വിജയേട്ടൻ തിരിച്ച് ദുബായിക്ക് പോയി. ഞാനാണ് പിന്നെ വീട്ടിൽ റെസ്റ്റൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ എനിക്ക് തന്നിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, ചുമ അങ്ങനെ ഒരു വശത്തോടെ പോകുന്നുണ്ട്, അതിൻ്റെ മെഡിസിൻ കഴിക്കുന്നുണ്ട്, ഒക്കെ പോകുന്നുണ്ട്. പിന്നെ ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ വിജയേട്ടൻ നാട്ടിൽ വന്നു. വിജയേട്ടൻ പറഞ്ഞു ഇല്ല നമുക്ക് വേറെ ഡോക്ടറെ കാണിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള സിംറ്റംസിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പോൾ അതായത് സന്ധിവാതം, ആമവാതം എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ സ്മോൾ ജോയിൻസിനെയാണ് ഇത് ആദ്യം എഫക്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഇൻഫ്ലമേഷൻ, പെയിൻ പിന്നീട് അത് വലിയ ജോയിൻസിലോട്ട് പോകും. അതിനിങ്ങനെ സ്റ്റേജുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേജുകളുണ്ട്. അപ്പോൾ ആ സ്റ്റേജ് സിവിയറിറ്റി അനുസരിച്ചായിരിക്കും പേഷ്യൻറ്റിൻ്റെ പെയിനും നീർക്കെട്ടുകളും പിന്നെ സ്വെല്ലിങ്, നീർക്കെട്ടുകൾ കാഴ്ചയിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ ഉണ്ടായിരിക്കാം, റെഡ് കളറുകൾ ഉണ്ടായിരിക്കാം, വിരലുകൾ താരതമ്യേന വളയാൻ തുടങ്ങാം, പിന്നെ നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർത്രൈറ്റിസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സിവിയർ സ്റ്റേജിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ അവിടേക്കൊന്നും എത്തിയിട്ടില്ല. എനിക്ക് എൻ്റെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ ഒന്നും പുറത്തേക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്ക് വേദനകളുണ്ട്. അത് മെയിൻലി എന്നെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് സ്മോൾ ജോയിൻസിനെയല്ല, മെയിൻലി വലിയ വലിയ ജോയിൻസിനെയാണ്, അതായത് പെൽവിക് ബോൺസിനെയാണ് എനിക്ക് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഡോക്ടർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഈ വീണിട്ടുള്ള ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ ബോഡിയിൽ ട്രിഗർ ചെയ്താൽ, എഫക്റ്റ് ചെയ്താൽ അതാദ്യം വീക്കായിട്ടുള്ള പോയിന്റിനെ ആദ്യം പിടിച്ചെടുക്കും. അവിടെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എനിക്ക് ലെഫ്റ്റ് സൈഡാണ് എൻ്റെ ആ വീക്ക്നെസ്. കൈക്കാണെങ്കിലും കാലിനാണെങ്കിലും അന്ന് ഞാൻ അടിച്ച് വീണത് ആ ലെഫ്റ്റ് സൈഡ് അടിച്ച് വീണത്. അപ്പോൾ എനിക്ക് എപ്പോൾ ഒരു വേദന വന്നാലും റൈറ്റ് സൈഡ് പിന്നെയും സ്ട്രോങ് ആണ്, ലെഫ്റ്റ് സൈഡാണ് എനിക്ക് വീക്കായി പോകുന്നത്. അങ്ങനെ. അപ്പോൾ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ്, തൈറോയ്ഡ് ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. അപ്പം ഞാൻ കഴിഞ്ഞൊരു 10-15 വർഷങ്ങളായിട്ട് ഈ മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നതായിരിക്കാം ഈ ഒരു അസുഖം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ അസുഖത്തിന് ചിലപ്പോൾ നമുക്ക് ജനറ്റിക്സ് ആയിട്ട് എന്താ പറയുക, പാരമ്പര്യമായിട്ട് ഈ അസുഖം വരാം. അപ്പോൾ എൻ്റെ പാരമ്പര്യത്തിന് ആർക്കും ഈ അസുഖം ഇല്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടിയതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ അസുഖത്തിൻ്റെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്? അതായത് നമ്മളുടെ ശരീരത്തിന് ഒരു രോഗപ്രതിരോധ ശേഷിയുണ്ട് അല്ലേ? പുറത്തുനിന്നൊരു രോഗാണു പ്രവേശിച്ചാൽ, ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴിയിലാണ് കേട്ടോ പറഞ്ഞിരുന്നത്, പുറത്തുനിന്ന് ഒരു രോഗാണു പ്രവേശിച്ചാൽ നമ്മുടെ ബോഡി തന്നെ അതിനെ എഗെയിൻസ്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം നമുക്കുണ്ട്. ആ ഒരു എന്താ പറയുക സിസ്റ്റത്തിനെയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് ഇപ്പോൾ എന്ത് കയറി വന്നാലും ഇതിന് തിരിച്ച് റിയാക്ട് ചെയ്യാൻ അറിയില്ല. അതെല്ലാം ഇത് അബ്സോർബ് ചെയ്യും. ഏത് ഇൻഫെക്ഷൻ അതിലെ പോയാലും ഇത് അബ്സോർബ് ചെയ്യും. അതുപോലെ നമ്മളിപ്പോൾ നമ്മളുടെ ബോഡിക്ക് കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ, മെഡിസിൻസ് ആയാലും നമ്മളുടെ ബോഡിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇത് നല്ലതാണോ ചീത്തയാണോ, ഇത് എവിടെയാണ് ഇതിൻ്റെ പ്രവർത്തനം കൊണ്ട് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് പോലും അതിന് തിരിച്ചറിയാൻ പറ്റാതാകുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയാം. നമ്മളുടെ ജോയിൻസിനാണെങ്കിലും അവിടെയുള്ള സെല്ലുകൾ, അതായത് നമ്മളുടെ ശരീരത്തിലുള്ള സെല്ലുകൾ തന്നെ നമുക്ക് എഗെയിൻസ്റ്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇമോഷണലി, ഫിസിക്കലി ഞാൻ വിചാരിക്കുന്ന പോലെയല്ല എൻ്റെ കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, പക്ഷെ എന്തൊക്കെയോ അസുഖങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ തളർച്ച, ക്ഷീണം, അങ്ങനെയുള്ള അവസ്ഥകളിലൂടെയാണ് ഞാൻ കടന്നു പോയിരുന്നത്. അങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞു. അപ്പോൾ വിജയുടെ നാട്ടിൽ വന്നിട്ട് പറഞ്ഞു നമുക്ക് മെഡിസിൻസ്, ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന മെഡിസിൻസ് ഒരുപാട് സൈഡ് എഫക്റ്റുകളുള്ള മെഡിസിൻസ് ആണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് പോകണ്ട, നമുക്ക് എറണാകുളത്ത് പോയിട്ട് മെഡിസിൻസ് ഒന്നും ഇല്ലാതെ രോഗം മാറ്റുന്ന ഒരു ഡോക്ടറുണ്ട്, അവിടെ പോയി കാണാമെന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് അവിടെ പോകുന്നു. അവിടെ പോയി അതൊരു ലൈഫ് കെയർ സെൻറ്റർ എന്നാണ് അതിൻ്റെ പേര്. ഡോക്ടർ ജോളി തോമസ് എന്നാണ് ഡോക്ടറുടെ പേര് കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അപ്പോൾ പിന്നെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനപ്പോൾ ഒരു ഉഴിച്ചിലൊക്കെ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് 62 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു 50 kg എത്തണം, അതാണ് നമ്മളുടെ ഒരു ഐഡിയൽ വെയിറ്റ്, അതിൽ കൂടുതൽ പോകരുന്നു. എല്ലാ കാലുവേദനയും മുട്ടുവേദനയുള്ള നമ്മൾ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ആദ്യം ഡോക്ടേഴ്സ് പറയുന്ന കാര്യമാണ് വെയിറ്റ് കുറയ്ക്കാൻ. അപ്പോൾ എൻ്റെ അടുത്ത് 50 എത്തണം എന്ന് പറഞ്ഞു.
ഞാനൊരു 54 ആയപ്പോൾ തന്നെ വിജയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മതി മതി ഇത്ര മതി, നിധി കുറഞ്ഞ് പോകണ്ട, ഇത്രയും വെച്ച് നിർത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 3 വീക്സ് അവിടെ നമ്മൾ എല്ലാ വീക്സിലും ചെല്ലണം, നമുക്ക് എക്സസൈസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനാണ്, പഠിപ്പിച്ച് തരുവർ അങ്ങനെയൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് വിജയേട്ടൻ എന്നെ കൊണ്ടുവരാൻ വന്നു. ഞാൻ തിരിച്ച് വീണ്ടും ദുബായിലോട്ട് പോയി. അവിടെ ചെന്ന് 4 മാസം കൃത്യമായിട്ടുള്ള ഡയറ്റിങ്, അതായത് എനിക്ക് ഫുഡൊന്നുമില്ല, ഒറ്റ ഫുഡും കഴിക്കേണ്ട കാര്യമില്ല, വെറുതെ കുറേ പൗഡറുകൾ ഉണ്ട്, ആ പൗഡറുകൾ ഇങ്ങനെ കലക്കി കുടിക്കുക. അപ്പോൾ അങ്ങനെ പൗഡേഴ്സ് കലക്കി കുടിക്കുന്നു, പിന്നെ എക്സസൈസുകൾ കാര്യമായിട്ട് ചെയ്യുന്നു, പിന്നെ എനിക്ക് എക്സസൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് തന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് 4 മാസം കൊണ്ട് ഞാൻ 54 കിലോയിലെത്തി. പിന്നെ അവിടെ വെച്ച് ഞാൻ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്ന പരിപാടി പിന്നെ നിർത്തി. അങ്ങനെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തൈറോയിഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലൈഫ് കെയർ സെൻ്ററിൽ. അപ്പോൾ അവിടുത്തെ ടെസ്റ്റുകൾ ചെയ്തതിൽ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും എനിക്ക് അബ്നോർമലായിരുന്നു. കുറേ പോസിറ്റീവ്, പിന്നെ വാല്യൂസൊക്കെ ഒത്തിരി കൂടുതൽ, അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ ഈ തൈറോയിഡിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞാൻ തൃശ്ശൂർ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് RH ഫാക്ടർ പോസിറ്റീവാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ ചോദിച്ചു, ആരുടെ അണ്ടറിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കുന്നില്ല, ഞാനിങ്ങനെ മെഡിസിനൊന്നും ഇല്ലാതെ എൻ്റെ ഡയറ്റും കാര്യങ്ങളും എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്ത് മണ്ടത്തരമായി ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല അതിൻ്റെ മെഡിസിൻസിനൊക്കെ ഒരുപാട് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇല്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഒരു ദിവസം നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പക്ക നോർമലായിട്ട് ഉറങ്ങുന്നുണ്ടാവുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ വിരലുകൾ ഇങ്ങനെ ഇരുന്നാൽ അത് ഒരു ഫിസിയോതെറാപ്പിക്ക് പോലും നേരെയാക്കാൻ പറ്റില്ല. അത് അത്രയും പെട്ടെന്ന് ഇത് എഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അതുപോലെ തന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സന്ധികളെ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ ബോൺസിനെ മാത്രമല്ല ഇത് എഫക്റ്റ് ചെയ്ത്, ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യും, ലങ്സിനെ എഫക്റ്റ് ചെയ്യും, കിഡ്നീനെ എഫക്റ്റ് ചെയ്യും, സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും, കണ്ണിനെ എഫക്റ്റ് ചെയ്യും. ഇതിങ്ങനെ എല്ലാ ഭാഗങ്ങളോട്ടും പടർന്നു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായി. നമ്മളൊരു രോഗമാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു, ഇനി അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ പോയിട്ട് ഇനി വേറെ കോംപ്ലിക്കേഷൻസിലേക്ക് എത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് ഡോക്ടർ എനിക്ക് 2 ഡോക്ടേഴ്സിൻ്റെ പേര് അഡ്വൈസ് ചെയ്തു. ആർത്രൈറ്റീസുമായി ബന്ധപ്പെട്ട് നമ്മൾ തൃശ്ശൂർ ഇരിക്കുന്ന 2 നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. ഒരാൾ അമല ഹോസ്പിറ്റലിലാണ്, ഒരാൾ ആത്രേയ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ എനിക്ക് അടുത്ത് ആത്രേയ ആയതുകൊണ്ട് ഞാൻ നമ്മുടെ കിഴക്കേക്കോട്ടയമാണ് ആത്രേയ ഹോസ്പിറ്റൽ. അവിടെ ഡോക്ടർ എമിൽ തച്ചിൽ എന്ന് പറയുന്ന ഡോക്ടറെ കാണാൻ വന്നു. അപ്പോൾ ഡോക്ടറും എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്തില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും കാര്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ മെഡിസിൻ ഒന്നും കഴിച്ചില്ലെങ്കിലും എൻ്റെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ 104 എന്ന് പറയുന്ന ആർത്രൈറ്റിസിൽ നിന്ന് ഏകദേശം 40 വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വാല്യൂ അത്രയും കുറഞ്ഞത് കൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു, ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള മെഡിസിനാണ് ആ സൈഡ് എഫക്റ്റ് ഒത്തിരിയുള്ള മെഡിസിൻസ്. ഇപ്പം നിങ്ങൾക്കത് തുടങ്ങണമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഏറ്റവും ചെറിയ ഡോസിലുള്ള ഒരു മരുന്നാണ് എനിക്കിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അത് രാവിലെയും വൈകുന്നേരം നിർബന്ധമായിട്ടും കഴിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഡയറ്റുകളൊക്കെ ശ്രദ്ധിക്കണം, എക്സസൈസ് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ എത്രത്തോളം നമുക്ക് ആ ഒരു മെഡിസിനിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് മുന്നോട്ട് പോവാം. എന്നിട്ട് പിന്നെ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്കതിൻ്റെ എക്സാക്റ്റ് മെഡിസിനിലോട്ട് കടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ തിരിച്ചു പോയി. അപ്പോഴൊക്കെയും ഇനി എൻ്റെ കൂട്ടുകാരനായിട്ട് എൻ്റെ കൂടെയുള്ളത് ചുമയാണ് കേട്ടോ. വേദനകളൊക്കെ നമ്മൾ മരുന്ന് കഴിച്ചിട്ട് മുഴിച്ചിൽ ചെയ്തിട്ടൊക്കെ അതൊന്ന് കൺട്രോളായി. എനിക്കാണെങ്കിലും മെഡിസിൻസ് ഒക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കും ഇത്തിരിയൊക്കെ ബെറ്ററായി ഫീൽ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അന്ന് ആ കണ്ണിക്കേടിൻ്റെ കൂടെ വന്ന ചുമ എനിക്ക് മാറുന്നില്ല. പിന്നെ നമ്മൾ ചുമയ്ക്ക് വേണ്ടിയിട്ടായി ഡോക്ടേഴ്സിനെ കാണാൻ പോകല്. എല്ലാ വീക്കിലും നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നു. അപ്പോൾ ഡോക്ടർ അടുത്ത മെഡിസിൻ എഴുതും, അടുത്ത മെഡിസിൻ എഴുതും, പിന്നത്തെ മെഡിസിൻ എഴുതും. പക്ഷേ ഈ ഒറ്റ മെഡിസിൻ കൊണ്ടും എനിക്ക് ചുമ മാറുന്നില്ല. അപ്പോൾ നമ്മൾ ഒരുവിധം സെറ്റായപ്പോൾ ഞാൻ വീണ്ടും ഡ്യൂട്ടിക്ക് കയറിയതാണ്. ഡ്യൂട്ടിക്ക് കയറിയപ്പോൾ എനിക്ക് ഈ ചുമ കാരണം എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടറെ. കാരണം ചുമ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചധികം നേരം ചുമയ്ക്കണം, അപ്പോൾ നമ്മളത് ഡിസ്റ്റർബൻസ് അല്ലേ. അപ്പോൾ ആ ഒരു ചുമ കാരണമാണ് മെയിൻലി ഞാൻ ജോലി വേണ്ടാന്ന് വെച്ചത്. കാരണം ത്രൂ ഔട്ട് ഞാൻ ചുമയ്ക്കുകയാണ്, ഒരു ദിവസത്തിൽ മുഴുവൻ നേരം ചുമയ്ക്കുക. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ചുമയ്ക്കുന്ന ഒരാളുടെ ഒരു അവസ്ഥ അല്ലേ. അപ്പോൾ അങ്ങനെ ചുമ മാറാതായപ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഡോക്ടറെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആർത്രൈറ്റിസ് സന്ധികളെ മാത്രമല്ല ലങ്സിനെ എഫക്റ്റ് ചെയ്യും, കിഡ്നീനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇനി അത് ലങ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്തു അറിയാൻ വേണ്ടി ഞങ്ങൾ MRI സ്കാൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് നമ്മൾ MRI സ്കാനൊക്കെ ചെയ്തപ്പോൾ ലങ്സിനെ ഒന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല, അതൊരു അലർജിക് ആയിട്ടുള്ള ചുമയാണെന്ന് പറഞ്ഞു.
അപ്പം അങ്ങനെ നമ്മൾ ഡോക്ടർ നമുക്ക് മെഡിസിൻസ് തന്നു, തിരിച്ചു പോയി. ആ മെഡിസിൻസിലും എനിക്ക് കൺട്രോളൊന്നും ആവുന്നില്ല, ചുമ തന്നെ ചുമ. അങ്ങനെ പിന്നെ നമ്മൾ തീരുമാനിച്ചു ഇനി എന്തായാലും മക്കള് വെക്കേഷന് വന്നതിന് നമുക്ക് നാട്ടിൽ പോവാം. ഇതാണ് മനസ്സിലായി, ഞാൻ ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആണ്, ഒന്നല്ലെങ്കിൽ ഒന്ന് ഒന്നല്ലെങ്കിൽ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ എൻ്റെ ഭാര്യ ഒരു കാര്യം ചെയ്യും, മക്കളെയൊക്കെ നോക്കി വീട്ടിലിരുന്നു, അതായിരിക്കും നല്ലത്, അപ്പോൾ ഇത്തിരി റിലാക്സ് ഒക്കെ ആവുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറും എന്ന് പറഞ്ഞു. അങ്ങനെ മക്കള് വെക്കേഷന് വന്നു, ഞാൻ അവരെ കൂടെ തിരിച്ചത് ഇപ്പം നാട്ടിൽ വന്നു. നമ്മളിവിടെ വീണ്ടും ആത്രയിൽ തന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഇപ്പം എനിക്ക് സ്പ്രേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് നാളായി, ഇപ്പോൾ ഒരു 1 മന്തിന് മീതിയായി. മൂക്കിലും സ്പ്രേ ഉണ്ട്, വായിലും സ്പ്രേ ഉണ്ട്, 2 നേരം ഓരോ പഫ് വെച്ച് അടിക്കണം. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചുമയ്ക്ക് ഇപ്പോൾ ഒത്തിരി ആശ്വാസം വന്നു. എന്നാലും ഞാൻ പറയാറുണ്ടല്ലോ, എനിക്ക് ഈ പ്രശ്നം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ പൊടി തട്ടുമ്പോഴായാലും യാത്ര ചെയ്യുമ്പോഴായാലും മാസ്ക് നിർബന്ധമായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ മറന്നു പോകും, ചിലപ്പോൾ വെക്കും. എന്നാലും നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ നാട്ടിൽ വന്നു സെറ്റായി, ഞാൻ മക്കളെ നോക്കിയിരിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒത്തിരി സന്തോഷവതിയാണ്. ഇപ്പോൾ എൻ്റെ മെഡിസിൻസൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് കൃത്യമായിട്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നവർ, എനിക്ക് തോന്നുന്നു ഈ RA ഫാക്ടർ എന്ന് പറയുന്ന കാര്യം മിക്കവാറും ഡോക്ടേഴ്സ് ചിന്തിക്കാതെ പോകുന്ന ഒരു ഡയഗ്നോസിസ് ആണത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂട്ടോ. അതിൻ്റെ ടെസ്റ്റുകൾ ഞാനിവിടെ എഴുതി കാണിക്കാം. RA ഫാക്ടർ, ANT-CCP, ESR, CRP, ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഫുൾ കൺഫേം ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. ഈ RA ഫാക്ടർ പോസിറ്റീവായി ചിലപ്പോൾ 3 months കഴിയുമ്പോഴായിരിക്കും ANT-CCP പോസിറ്റീവ് ആവുക. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെയാണ് ഇത് സ്ഥിരീകരിക്കാനായിട്ടുള്ള ടെസ്റ്റുകൾ. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്ത് നോക്കാം. ഇത് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റുകളൊന്നും അല്ല അതൊന്നും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. കംപ്ലീറ്റ്ലി നോർമലാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരിയൊക്കെ ബോഡി സ്ട്രെയിൻ ചെയ്യുമ്പോഴേക്കും എനിക്ക് വേദനകളും ഈ പറയുന്ന മസിൽ സ്റ്റിഫ്നെസ് ഒക്കെ വരുന്നുണ്ട്. എന്നാലും ഞാൻ എന്നെ തന്നെ മാക്സിമം ഹാപ്പി ആക്കി ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. പിന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും എൻ്റെ മക്കളുടെ അടുത്താണ് കേട്ടോ. അവരെനിക്ക് എന്താ പറയുക, കട്ട സപ്പോർട്ടീവ് എന്ന് പറയില്ല, അതുപോലെയാണ്. അപ്പം ഞാനിങ്ങനെ ജോലിക്കൊന്നും പോവാതായി ഇങ്ങനെ വീട്ടിലിങ്ങനെ ഗ്ലൂമി ആയിരിക്കുന്ന കണ്ടപ്പോഴാണ് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. അപ്പോൾ ഇത്തിരിയൊക്കെ നേരം പോക്കുണ്ടാവും, അതിൻ്റെ വീഡിയോ പിടിക്കലും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ തോന്നും. അപ്പം അങ്ങനെ എൻഗേജ്ഡ് ആവാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത് കേട്ടോ. അപ്പം അതിൽ ഹസ്ബൻഡാണെങ്കിലും മക്കളാണെങ്കിലും എനിക്ക് നല്ല സപ്പോർട്ടീവാണ്. എൻ്റെ ഓരോ രോഗാവസ്ഥയിലും എൻ്റെ ഈ എന്താ പറയുക ഇമോഷണലി ചേഞ്ചസ് വരുമ്പോഴും, അതുപോലെ നമുക്കൊരു അസുഖമാണെന്ന് അറിയുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്നവരല്ലേ. ഇപ്പോൾ ഒരു ലേബർ പെയിൻ്റെ സമയത്ത് നമ്മളെ വന്ന് ഒന്നിങ്ങനെ ഒഴിഞ്ഞു തരുന്നവരെ നമ്മൾ ജീവിതത്തിൽ മറക്കില്ല. അതുപോലെയാണ് നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമുക്കത്, അപ്പോഴാണ് നമുക്ക് പലരുടെയും സ്നേഹം എത്രത്തോളം സിൻസിയർ ആണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ രോഗം അറിയപ്പെടുന്നതിന് മുന്നും അത് കണ്ടുപിടിച്ചപ്പോഴും ഇന്ന് വരെയും ഏതൊരു കാര്യത്തിനും എന്താ പറയുക, വിജയൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. അതെനിക്ക് വലിയൊരു അനുഗ്രഹമാണ്. മക്കളാണെങ്കിലും എൻ്റെ അടുത്ത് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും അവർ ചോദിക്കും, അമ്മയെ മരുന്ന് കഴിച്ചോ, വേദനയുണ്ടോ, ബുദ്ധിമുട്ടുകൾ വല്ലതുണ്ടോ എന്നൊക്കെ. ആ ഒരു ചോദ്യത്തിൽ തന്നെ എനിക്കത് ഭയങ്കര മെഡിസിനേക്കാളും എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ ഞാൻ വളരെ ഭാഗ്യവതിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ നാട്ടിൽ വന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ പിടിക്കലൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊന്ന് ടൈലറിങ് പഠിക്കാൻ പോയാലോ, എന്തായാലും വെറുതെ ഇരിക്കല്ലേ, തയ്യൽ പഠിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു പൊക്കോ എന്ന് പറഞ്ഞു. നല്ല കാര്യമല്ലേ, പൊക്കോ. എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്കൊരു, ഞാനായാലും വിജയണ്ണായാലും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു ലൈഫുള്ളൂ, വളരെ ഷോർട്ടായിട്ടുള്ളൊരു ലൈഫ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തൃശ്ശൂർ വുമൻസ് അക്കാദമിയിൽ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെ വീട്ടമ്മയായിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ചേരാൻ പറ്റിയ നല്ല കോഴ്സുകൾ അവിടെയുണ്ട്. കേരള ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഒരു സ്ഥാപനമാണത്. വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ്. അപ്പോൾ എനിക്കങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്ത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീക്കിലി 3 days പോകുന്നുള്ളൂ.
അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ അതിന് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു 1 വീക്ക് ക്ലാസ്സിന് പോയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു സ്റ്റോപ്പ് ചെയ്തോ. എല്ലാത്തിനും പോകാൻ അനുമതിയൊക്കെ ഉണ്ടെങ്കിലും വയ്യാതാവുന്ന എന്ന് കണ്ടു കഴിഞ്ഞാൽ വിചാരണ ഇനിയിപ്പോൾ നമ്മളത് എത്ര ലക്ഷം മുടക്കിയിട്ടുള്ള ഒരു കോഴ്സ് ആണെങ്കിലും ഇനിയിപ്പോൾ എത്ര രൂപ മുടക്കിയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും എൻ്റെ അടുത്ത് പറയും വേണ്ട, ഹെൽത്താണ് പറയുന്നത്, അത് പൊക്കട്ടെ, ആ ഫീസല്ലേ അത് പൊക്കോട്ടെ എന്ന് പറയാൻ എൻ്റെ അടുത്ത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇതുവരെയൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഞാനതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ഇനി തുടർന്നുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ രോഗങ്ങൾ പലതരത്തിലുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ ഇപ്പം നമ്മളാണെങ്കിലും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു വിഷമതയിൽ നമ്മളവരെ കൂടെ ഉണ്ടെന്നുള്ളത് നമ്മളവരെ ഓർമ്മപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു മെഡിസിനേക്കാളും എഫക്റ്റുള്ള ഒരു കാര്യമാണ്. പിന്നെ കിട്ടുന്ന സമയം നമുക്ക് മാക്സിമം എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം മെൻ്റലി നമുക്ക് ഹാപ്പിനെസ് തരുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക, നമ്മളത് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ കടന്നു പോകുന്ന വഴികൾ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ട്. ചുമയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് സെറ്റിലായിട്ട് വരുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ എക്സസൈസ് ആണെങ്കിലും ഡയറ്റ് ആണെങ്കിലും ഞാൻ ബാക്ക് ടു നോർമലിലേക്ക് എത്താനായിട്ട്, എൻ്റെ ആ ഒരു ഐഡിയൽ വെയിറ്റിലോട്ട് എത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് എൻ്റെ രോഗാവസ്ഥയുമായിട്ട് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ആരോഗ്യവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുമ്പോൾ നമ്മൾ തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ കാണേണ്ട ഡോക്ടേഴ്സിനെ കാണുക, അവർ പറയുന്ന ടെസ്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക. കാരണം നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരുന്നാലാണ് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഒരു ജീവൻ കൊടുക്കാൻ പറ്റുള്ളൂ, നമ്മുടെ വീടിന് ഒരു ജീവൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.